നമ്മളങ്ങനെ തലശ്ശേരിയിലെത്തി രാവിലെ തന്നെ ഒന്ന് ഫ്രഷായി ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ച് നേരെ കിച്ചണിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഇത്താണെങ്കിൽ ചായക്കുള്ള പരിപാടി നോക്കുമായിരുന്നു. ഇത്ത കോഴിക്കോടുകാരിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അരിച്ചുട്ട പത്തിരി അങ്ങനെ എന്തോ പേരാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചായ മേടിച്ചു. ആ ഒരു പത്തിരി ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് കറി, ചിക്കൻ കറി, ഉമ്മിച്ചി ഇതൊന്നും കൂട്ടാത്തതുകൊണ്ട് കിഴങ്ങറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പത്തിരി കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. കോഴിക്കോട് സമയത്തിൽ ഡെലിവറി കഴിഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് മേളിൽ വന്നൊന്ന് ഡ്രസ്സ് ചെയ്ത് അത്യാവശ്യം മേക്കപ്പൊക്കെ ചെയ്ത് നേരത്തെ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പം കുറച്ചധികം സമയം എടുത്തോടെ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ജുമ്മ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഗ്യാപ്പ് വരേണ്ടി വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് നേരെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇത്താണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അടിപൊളി ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് കഴിക്കാനുള്ള വിശപ്പുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കാസർഗോഡേക്ക് തിരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ട്രാഫിക്കിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആകപ്പണി പാളും. അതുകൊണ്ടിട്ട് പാക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും വഴിയിൽ നിർത്തിയിട്ട് കഴിക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് ബിരിയാണി കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ കാസർഗോഡ് വീട്ടിലേക്ക് പോയി.